14 അധ്യായം. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങൾ ആവിത്. പുരോഹിതനായ എലെയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും ഇവ അവർക്ക് ഭാഗിച്ചു കൊടുത്തു. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ 9 ഗോത്രങ്ങൾക്കും ചീട്ടിട്ടായിരുന്നു അവകാശം ഭാഗിച്ചു കൊടുത്തത്. 2 ഗോത്രങ്ങൾക്ക് മോശെ യോർദ്ദാനക്കരെ അവകാശം കൊടുത്തിരുന്നു. ലേവ്യർക്കോ അവരുടെ ഇടയിൽ ഒരു അവകാശവും കൊടുത്തില്ല. യോസേഫിന്റെ മക്കൾ മനശ്ശെ, എഫ്രയീം എന്നീ 2 ഗോത്രമായിരുന്നു. ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികളും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളുമല്ലാതെ ദേശത്തിൽ ഓഹരിയൊന്നും കൊടുത്തില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ച് ദേശം വിഭാഗിച്ചു. അനന്തരം യഹൂദാ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നേയയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബർന്നേയയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന് എന്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശെ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചതു മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശെ എന്നെ അയച്ച നാളിലെപ്പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെപ്പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുമുള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോടുകൂടെയുണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചുകളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റിനിന്നതുകൊണ്ട് തന്നെ. ഹെബ്രോനും പണ്ട് കിര്യത്ത് അർബ എന്നു പേരായിരുന്നു. അർബ എന്നവൻ അനാക്യരിൽ വെച്ച് അതിമഹാനായിരുന്നു. അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു.